പൊളിറ്റിക്കൽ സയൻസ്, അതിൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ്. മീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ മീഡിയ ആണ് രാജ്യം ഭരിക്കുന്നതെന്ന് തന്നെ പറയും അല്ലേ. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നു പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസത്തെ പത്രങ്ങളിലായിരുന്നു കുറച്ച് മുമ്പ് വരെ നമ്മളതിൻ്റെ ബാക്കിയുള്ള ന്യൂസ് സെൻസേഷനലായിട്ടാണ് കണ്ടത്. ഇന്ന് പിന്നെ അതൊന്നും വേണ്ട. മരണം നടന്ന് ആ ചോരമണം ആവുന്നതിന് മുമ്പേ ഒക്കെപ്പാട് ഫുൾ പത്രക്കാർ, ടി വി റിപ്പോർട്ടേഴ്സും ചാനൽ റിപ്പോർട്ടേഴ്സും ഉള്ളത് അവരാണ് അത് പിന്നെ ഇതിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് പോലും അല്ലേ. അപ്പം അവർക്കൊരു വലിയ ഫാക്ടർ. ഇപ്പം നമ്മൾ പോളിറ്റിക്സ് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പിൽ നമ്മുടെ ചിന്താഗതികൾ പോലും മാറ്റാൻ അല്ലെങ്കിൽ തീരുമാനിക്കുക ശരിക്കും മീഡിയ എന്നായിട്ടുണ്ട് അല്ല. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് let us get into the chapter. Okay, understanding media. Okay, see what's your favorite program. See what do you listen to which program do you listen in a radio, and which newspaper. In the case I read Motherboard daily, but on Sundays I like to read every newspapers. Sundays exclusive ആയിട്ട് പല കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം see the daily Motherboard's view shapes me എന്ന് വെച്ചാൽ ആ അതിലുള്ള കാര്യകാരണ ശ്രദ്ധ എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് ശരിയല്ലേ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ മീഡിയ നമ്മൾ ഒരുപാട് മാറ്റുന്നു. Okay, did you know that there is one word that is often used collectively to refer to radio, TV, newspaper, internet, etc. ഈ റേഡിയോ, ടി വി, ന്യൂസ്പേപ്പറിനെല്ലാം കൂടെ ഒരൊറ്റ വേർഡ് നമുക്ക് യൂസ് ചെയ്യാം, മീഡിയ. Okay, this chapter deals about media. Everything ranging from stall to local fair to a program on the key time called media. Media എന്താണെന്ന് മനസ്സിലായല്ലോ. From the stall at the local fair to program that you see on the TV, എല്ലാത്തിനെയും നമ്മൾ എന്താ വിളിക്കുക, മീഡിയ എന്ന് വിളിക്കും. പ്ലൂറൽ ഫോം ഫോർ ദ വേർഡ് മീഡിയം. കറക്റ്റാണ്. ഇന്ന വിഭാഗത്തിൽ കൂടെ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്ലൂറൽ ഫോമാണ് മീഡിയ. ഇതെല്ലാം കൂടെയാണ് പത്രം, ആഴ്ചപ്പതിപ്പുകൾ, പിന്നെ ഒരു റിപ്പോർട്ട്സ്, ടി വി, ന്യൂസ് എല്ലാം കൂടെ നമ്മൾ എന്ത് പറയും, മീഡിയ. ഓക്കെ, so because media refers to all means of communication, everything ranging from a phone call to evening news on TV can be called as media. TV, radio and newspapers are a form of media that reach millions of people. Okay, they are called, അതുകൊണ്ട് തന്നെ അതിൻ്റെ മില്യൻസ് ഓഫ് പീപ്പിളിൽ എത്തുന്നതുകൊണ്ടാണ് ഇതിനെ മാസ് മീഡിയ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ ഏതൊക്കെ വിഭാഗത്തിലൂടെ നമ്മൾ അറിയുന്നു കാര്യങ്ങൾ, അതിനെയൊക്കെ നമ്മൾ മീഡിയ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയാൻ ടി വി, റേഡിയോ, ന്യൂസ് പേപ്പർ, ചാനൽസ്, ഇതൊക്കെയല്ലേ. അപ്പം ഇതൊക്കെ മില്യൻസ് ഓഫ് പീപ്പിളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വിളിക്കുന്നു മാസ് മീഡിയ. നോ ഡൗട്ട് അല്ലേ. Now moving on, media and technology. അതിനെപ്പറ്റി പറയാത്തതല്ലേ വിശേഷം അല്ലേ. ഇപ്പം ടെക്നോളജി അങ്ങോട്ട് എത്രത്തോളം എക്സ്പാൻഡ് ആയിട്ട് നമുക്ക് പറയാനില്ല. ഈ ഇടയ്ക്ക് കൊറോണ കാലത്ത് കണ്ടില്ലേ, തൃശ്ശൂർ പൂരം വരെ ഓൺലൈനായിട്ട് കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ. മീഡിയ ടെക്നോളജി അത്രയ്ക്ക് ഡെവലപ്ഡായി. ഓക്കെ, it would probably be difficult for you to imagine your life without media, but television and the widespread use of internet is a recent phenomenon. These have been around for less than 20 years. The technology that mass media uses keeps changing. Newspapers, television and radio can reach millions of people because they use certain technologies. We also tend to discuss the newspapers and magazines as print media. Okay. See, newspaper ka nammal print media nu parna you can read, so you read further, you will find that this naming is related to different technologies that media use. The following photographs will give you a sense of the ways in which technology that mass media uses has changed over the years to continue to change. Okay? Changing technology or machines are making technology more modern, helps media to reach more people.
Okay, but technology does more than this. It also changes the way we think about our life. See, the whole thing is telling us, ഈ നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കുന്ന പോലെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് മാറ്റർ പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, നമ്മളൊന്ന് ഇമാജിനേറ്റ് ചെയ്യുന്നേ അല്ലേ, കുട്ടികളെ ഇമാജിനേറ്റ് ചെയ്യുന്നു, സ്വയം ഇമാജിനേറ്റ് അങ്ങനെ ഇങ്ങനെ. ഇപ്പം നമ്മളിപ്പോൾ രണ്ട് ബീഡിൻ്റെ കോഴ്സാണ്, ഇങ്ങനെ കാരണമുണ്ടായി, വരുമ്പോൾ എടുത്തു വെച്ചു, മറ്റേ വരുമ്പോൾ കൂട്ടിയിട്ടു, അപ്പോൾ അവർ തമ്മിൽ അടിയുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യും. മറ്റത് ഇന്നത്തെ എന്താണ്, ഇപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ മരണം നടന്നു ഒന്ന് ടി വിയിൽ കാണിച്ചത് കണ്ടപ്പോൾ അത്ഭുതപ്പെടാതെ വയ്യ. രണ്ട് വീടും കാണിച്ചു, ഇതാണ് എന്നിട്ട് ആ മരണം നടന്ന സ്ഥലം, എവിടെയാണ് ശരീരം കിടന്നത്. അപ്പം നമ്മളെല്ലാം അങ്ങോട്ട് ലൈവായിട്ട് കാണുന്നു. എന്നിട്ട് അയാളുടെ അഭിപ്രായങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചതൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലും അയാളുടെ മരണ കാരണം നമ്മളാണ് അങ്ങോട്ട് തീരുമാനിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ പറയുന്നത്, ഒരു മീഡിയ എത്രത്തോളം നമ്മളെ ഒരു കാര്യം വിശ്വസിപ്പിക്കുന്നു, അതാണ് നമ്മൾ നോക്കേണ്ടത്. ടെക്നോളജിയുടെ ഇംപ്രൂവ്മെൻ്റ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. This allows us to view news and entertainment channels from other parts of the world. അല്ലേ, അപ്പം സാറ്റലൈറ്റിലൂടെ ഈ കണക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് വിൻ്റർ സീസണിൽ ഭയങ്കര തണുപ്പാണ്. അപ്പം നമ്മുടെ പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു പിക്ചർ കാണും, മഞ്ഞ് മുന്നേ നടക്കുന്ന ഒരു പിക്ചർ. അപ്പോൾ ഇങ്ങനെ മഞ്ഞ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ന്യൂസ് ചാനലിൽ അത് കാണിച്ചു. അവിടെ ഇങ്ങനെ ഒരു സീ തന്നെ ഇങ്ങനെ പകുതി വെള്ളം താഴെ കിടക്കുന്ന പോലെ ഇതായിട്ട് കിടക്കും, മഞ്ഞുറങ്ങി കിടക്കും. അപ്പം നമ്മൾക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവും അല്ലേ. നമ്മൾ നേരിട്ട് ഇതാ ഇന്ന അടുത്ത് കാണുന്ന പോലെ നമുക്കത് ക്ലിയർ ആവും. പിന്നെ അതുപോലെ ആ ബ്ലാക്ക് മാനിനെ മറ്റേ പോലീസുകാരൻ കാലിൽ വെച്ച് കൊന്നത്, അത് ആ ഫുൾ പ്രൊട്ടസ്റ്റ് നടന്നു, ലോകം മുഴുവൻ എന്താ അതിനെതിരെ ചെയ്തത്. ഇതൊക്കെ നമ്മൾ വെറും ഒരു കേൾവിയിലൂടെ പത്രവാർത്തയിലൂടെ നമുക്ക് അത്ര എഫക്റ്റീവ് ആയിരുന്നു. ഇത് നമ്മൾക്ക് സ്വയം അനുഭവിക്കുന്ന ഒരു ഫീലിങ്ങിലൂടെ അവർ നമ്മളെ കടത്തിവിടുന്നു അല്ലേ. അപ്പം ടെക്നോളജീൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അത് കാണിക്കുന്നത്. അതുപോലെ ആ ചിയാനൻമെൻ സ്ക്വയറിൽ കുട്ടികൾ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് സേന വന്ന് കുട്ടികളെയൊക്കെ ഇതാക്കുന്നതൊക്കെ നമ്മളതിൻ്റെ ഫോട്ടോഗ്രാഫ്സും അതിൻ്റെ വ്യൂസും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അതിൻ്റെ ഭീകരത ഒന്നും കൂടി നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലുക അല്ലേ. അപ്പം മോസ്റ്റ് ഓഫ് ദ കാർട്ടൂൺസ് ദാറ്റ് യു സീ ഇൻ ടെലിവിഷൻ ആർ മോസ്റ്റ്ലി ഫ്രം ജപ്പാൻ ഓർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. We can now be sitting in Chennai or Jammu and can see images from a storm that has hit in the coast of അല്ലേ. ഫ്ലോറിഡയിൽ ഒന്നുമില്ല, സുനാമിൻ്റെ ഒക്കെ നമ്മൾ കണ്ടില്ല. എല്ലാവരും കടൽ തീരത്ത് ഇങ്ങനെ ആകെ ആഘോഷിച്ച് നിൽക്കുമ്പോഴല്ലേ പെട്ടെന്ന് സുനാമി വന്നതും എല്ലാത്തിനും കൂടെ വലിച്ചു കൊണ്ടുപോയത്. ഒരാൾ ഒരു മരത്തിൻ്റെ മുകളിൽ 2 പ്രാവശ്യം അമക്കി കിടന്ന് 3-ാമത്തെ പ്രാവശ്യം തിര വലിച്ചു കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അത് കാണാൻ എങ്ങനെ പറ്റിയില്ലേ? ടെക്നോളജീൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത്, in the picture there an artist ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞ he published പ്രിന്റിംഗ് പ്രസ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണല്ലോ. അപ്പം അങ്ങനെ ആ ബൈബിൾ പബ്ലിഷ് ചെയ്ത പിക്ചറാണ്. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇന്നായിരുന്നെങ്കിൽ ഒന്ന് പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അയാളുടെ ജീവചരിത്രം മുഴുവൻ നമ്മുടെ മുമ്പിൽ ക്ലിയറായി. അന്ന് ഈ ഓപ്പറേഷൻസ് ഒക്കെ കാണുന്നത്, സൈനിക ഓപ്പറേഷൻസ് ഒക്കെ നമ്മളിപ്പോൾ കാണുന്നു. യുദ്ധം നമ്മൾ കാണുന്നു, ഷെല്ല് വന്ന് വീണ് എൻ്റെ ഭീകരത ഒന്നും നമുക്ക് പത്രത്തിൽ വായിച്ചാൽ നേരിട്ട് കാണാം അല്ലേ. യുദ്ധമുഖത്തും കൂടെ പോയി അപകടങ്ങളിൽ പെട്ടിട്ട് ഇത് എടുക്കുന്നവരുണ്ട്. അപ്പം ടെക്നോളജീൻ്റെ ഇമ്പ്രൂവ്. എന്നിട്ട് അപ്പം തന്നെ ഇങ്ങോട്ട് രാവിലെ യുദ്ധം ചെയ്ത് നമുക്ക് വൈകുന്നേരം വരെ കാത്തിട്ടുണ്ട്, അപ്പം തന്നെ കാണാം അല്ലേ. അതാണ് ടെക്നോളജി അത്രയ്ക്കധികം ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് രണ്ടും ഉണ്ട് കേട്ടോ. ഇനി മീഡിയ ആൻഡ് മണി. Different technologies that mass media use are expensive. Okay, see, just think about the news report. Our place in the news readers sit in the place. It has light, camera, sound recorder, transmission satellites, etc. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ആ സമയത്ത് പ്രവർത്തിച്ചില്ല, ഒന്നായിട്ട് താറുമാറാണ്. അപ്പം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ആർ ദേ അല്ലേ. ന്യൂസ് റൂം നമ്മളിപ്പോൾ പലതും ശരിക്കും തന്നെ കണ്ടിട്ടുണ്ട്. In news studio, it is not only the news reader who needs to be paid, but also a number of other people. This includes those who look after the cameras. Also, earlier, the technologies that mass media use keep changing, so a lot of money is spent on getting latest. That's correct.
ഇപ്പം മാസ് മീഡിയയിൽ ന്യൂസ് റൂംസിലാണ് ഏറ്റവും കൂടുതൽ മണി ഭൂം തന്നെ കൊണ്ട് ചിലവാണ്. കാരണം ഫണ്ട് ഇപ്പോൾ ഒരു ചാനൽ ഞാൻ പറഞ്ഞില്ല തൃശ്ശൂർ പൂരം നേരിട്ട് സെറ്റ് ചെയ്തു, അതുപോലെ അപ്പോൾ അടുത്ത ചാനലിലും അതിൽ ഒന്നും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് കൊണ്ടുവരും, എന്നാലേ അവർക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലേ. ഇപ്പം ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളതേ ജനങ്ങൾ കാണുള്ളൂ അല്ലേ. അപ്പം ഏറ്റവും അധികം മണി അവർ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ മാസ് മീഡിയൻ്റെ മുകളിലാണ് ഏറ്റവും അധികം മണി അവർ സ്പെൻഡ് ചെയ്യും. ഡ്യൂ ടു ദിസ് കോസ് മാസ് മീഡിയ മീൻസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് മണി. As a result, most television channels and newspapers are part of big business. അപ്പം മനസ്സിലായോ എങ്ങനെയാണ് ഒരു സാധാരണ പത്രവായനയിൽ അന്തം വിട്ടിരിക്കുന്ന നമ്മൾ ഈ ടി വിൻ്റെ മുന്നിൽ കണ്ടെടുക്കാതെ കണ്ടിരിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇഫക്റ്റീവ്, ഇറ്റ് ഷുഡ് ബി ഒത്തൻറ്റിക്, ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ അല്ലേ. ക്ലിയറും ട്രൂത്താണെന്ന് നമുക്ക് തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ മോസ്റ്റ് മോഡേണൈസ്ഡ് ടെക്നോളജീസ് കൊണ്ടുവന്ന് അവർ പൈസ ഇങ്ങോട്ട് എറിഞ്ഞിടും. ഓക്കെ, എന്നാലേ ഏറ്റവും പുതിയത് കണ്ടുപിടിക്കും. ദിവസം കൂടുതൽ മാറിയിരിക്കും, അത്രയും പുതിയ എക്യുപ്മെൻറ്റ്സ് വേണം ഓരോരുത്തർക്കും. മാസ് മീഡിയ ഈസ് കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് ഓഫ് വേസ് ടു മേക്ക് മണി. വൺ വേ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം നിങ്ങൾ ഇതുകൊണ്ട് മനസ്സിലാക്കും. ഒരു മരണം നടന്നു നമ്മൾ ന്യൂസിൽ കേട്ട ഉടനെ നമ്മളെന്താ പറയുക, അതൊന്ന് വെച്ചോക്കാം ആ ചാനൽ. ഇപ്പം ടി വിയിലെ ചാനൽ പോലും നോക്കണ്ട, ഫോണിലുണ്ട് അല്ലേ, നമ്മളെ വാച്ചിൻ്റെ റൂം പോലും ഉണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ്, എന്ത് വികാരമാണ് അതിൻ്റെ ഇതാക്കുന്നത്? കാരണം നമുക്കറിയാം എല്ലാ ചാനലുകളും കൊയ്ത്തായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രോസും കോൺസും ഇങ്ങനെ ആയാൽ ഇങ്ങനെയാവോ, ഇന്ന ആളുടെ അഭിപ്രായം, മറ്റേ ആളുടെ അഭിപ്രായം, മറിച്ച ആളുടെ അഭിപ്രായം. അപ്പം ഇതെല്ലാം കൂടെ അവർ ഓൺ ദ സ്പോട്ട് അവർ എത്തുകയാണ്, കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമുക്ക് കൊണ്ടുതരാം. അപ്പം തന്നെ മരണം നടന്ന ആ സമയത്ത് തന്നെ നമുക്കൊക്കെ കാണാം അല്ലേ. അപ്പം വൺ വേ ഇൻ വിച്ച് മാസ് മീഡിയ ഏൺസ് മണി. അപ്പം ഇവിടെ നിന്നാണ് ഇവർക്ക് ഈ കാശ് കിട്ടുന്നത്, അത്രയധികം കൊണ്ട് ചെലുത്താണ് എവിടെയെങ്കിലാണ് പൈസ കിട്ടുന്നത്. അഡ്വർടൈസിങ്, അവിടെയാണ് അഡ്വർടൈസിങ്. ഇപ്പം പണ്ട് വാർത്തകൾക്ക് നടുവിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം അതിൻ്റെ നടുവിലും കൂടിയാണ് അല്ലേ. അപ്പം അഡ്വർടൈസിങ്, കാർസ്, ചോക്ലേറ്റ്സ്, ക്ലോത്ത്സ്, മൊബൈൽ ഫോൺസ് എക്സെട്ര. അപ്പം എനിക്കൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് ഞാൻ ആലോചിക്കുന്നു. എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല അഡ്വർടൈസ്മെൻറ്റ്, അതിൽ ഫോണിനെ പറ്റിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് അല്ലേ മുന്നിൽ വരുന്നത്. അപ്പം നിങ്ങളൊരു ഡ്രസ്സ് വേണമെന്ന് ആലോചിക്കും, ഉടനെ നിങ്ങൾ കണ്ട അഡ്വർടൈസ്മെൻറ്റിൽ ഏതോ ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് പിടിച്ച ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷോപ്പല്ലേ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് നമ്മളുടെ ഉള്ളിൽ ചെലുത്തുന്ന ഫോഴ്സ് അതാണ്. അപ്പം ഈ അഡ്വർടൈസ്മെൻറ്റാണ് മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ മണി കിട്ടുന്നത്. ഓക്കെ, you must have noticed the number of advertisements that you have to see while watching your favorite television. ചിലവർ സീരിയൽ കാണാനൊന്നും ഇരുന്നു നോക്കും. ഞാൻ in my late 40s, അപ്പോൾ ഈ ഒരു ഏജിലൊക്കെ സീരിയൽ അതിൻ്റെ ഒരു ഫാനൊന്നും അല്ലെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ ആളുകൾ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ടിട്ട് വല്ലപ്പോഴും ഇരുന്ന് കഴിഞ്ഞാലും ഒരു സീരിയലിന് വിട്ടിന് നമ്മൾ തേങ്ങയിടില്ലേ, ആദ്യം പൊടിയിടും പിന്നെ തേങ്ങയിടും, ആ കണക്കിലാണ് ഇത് വരും, ആഡ് വരും. അപ്പം അതല്ല ഈ സീരിയലുകാർ ഈ ഏറ്റവും ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാലെടുത്ത് വെക്കുമ്പോഴാണ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പം നമ്മൾ എണീറ്റൊന്നും പോകില്ല, കാരണം അവൾ ചാടിയുള്ളൂ എന്നറിയാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് അപ്പോൾ ഇതിനെയാണ് അവർ മുതലെടുത്ത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഉള്ളിലൊരു രഹസ്യം. കാരണം ഈ അഡ്വർടൈസ്മെൻ്റ് ഇല്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റില്ല, നിലനിൽപ്പ് പറ്റില്ല. അതെ, ഓക്കെ. Same as you will read in the following chapter, that you will send advertisements are repeated in hope that you will go out and buy it. അത് ആ ഹോപ്പ് അല്ല, അതാണ് റിയാലിറ്റി. എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സിൽ പോകും. കാരണം വിഷ്വൽ ട്രീറ്റ് നമ്മുടെ മനസ്സിൽ ഒന്നും കൂടെ തങ്ങി കിട്ടും. അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ക്ലോസസ് ശരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ എഫക്റ്റീവാണെന്ന് പറയാം. പല ചിത്രങ്ങളും പല വീഡിയോസും ഒക്കെ കാണും, ആ വിഷ്വലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പിന്നെയും മായാതെ കിടക്കും അല്ലേ. ബ്ലാക്ക് മാനിനെ കാലിൽ വെച്ച് തിക്കി കൊന്നപ്പം അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോയിൽ കണ്ടതുകൊണ്ടല്ലേ മനസ്സിൽ പിന്നെയും അത് ഓർമ്മ വരുന്നത്. സമാന കാര്യം വരുമ്പോഴേക്കും അവൻ്റെ കാര്യം ഓർമ്മ വരുന്നത്, അതുകൊണ്ട് ഫ്ലോയിഡ് അല്ലേ വരുന്നത് അതുകൊണ്ടല്ലേ. അപ്പം അതാണ് ഓക്കെ മീഡിയ ഡെമോക്രസി. ഇനി
നമ്മൾക്ക് ആലോചിക്കാം. ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെയുള്ള ഒരു ജനങ്ങൾ ഭരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നതാണ് ഡെമോക്രസി. ഓക്കെ, ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ അല്ലേ, അങ്ങനെയാണ്. ഓക്കെ, in a democracy the media plays a very important role in providing news and discussing events taking place in the country. Absolutely right. എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്നും കൂടെ തീരുമാനിക്കുന്ന ഇപ്പോൾ മീഡിയയാണ്. So it's on the basis of this information that citizens can, for example, learn how government works, and often if they wish to they can take action on the basis of these news stories. Some of the ways in which they can do this is by writing letters to the concerned minister, organizing a public protest, starting a signature campaign. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഈ TV ന്യൂസിൽ ചാനൽസിലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. അപ്പം ഫ്ലോയിഡിനെതിരെയൊക്കെ ഉള്ളതെന്ന് കണ്ടില്ലേ, അത് TV ന്യൂസ് വന്നപ്പോൾ ഉടനെയാണ് രാജ്യമെമ്പാടുള്ള ആളുകൾ പ്രൊട്ടസ്റ്റായിട്ട് വന്നത്. തോക്ക് ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരനോട് തോക്കിൻ്റെ അടുത്താവുന്ന നിൽക്കുന്ന നീ എന്നെയും കൂടെ കൊല്ലുമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ വേൾഡ് വൈഡ് പ്രൊട്ടസ്റ്റ് നടത്താം. പിന്നെ അതേപോലെ എതിർപ്പിന് വേണ്ടി സിഗ്നേച്ചർ കളക്ട് ചെയ്യാം, അങ്ങനെ പലതും നടത്താം. പിന്നെ അല്ലെങ്കിൽ കൺസേൺ മിനിസ്റ്ററിന് അയക്കാം. ഓക്കെ, റൈറ്റിംഗ് ലെറ്റേഴ്സ് ചെയ്യാം. Okay, so given the role that media plays in providing information, it is important that the information be balanced. Let us understand what we mean by balanced. അപ്പോൾ ഇതുവരെ നമുക്ക് മനസ്സിലായി മീഡിയയുടെ ഇമ്പോർട്ടൻസ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ജീവിക്കണോ മരിക്കണോ എന്ന് വരെ തീരുമാനിക്കുന്നത് ഇപ്പോൾ മീഡിയ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം ബാലൻസ്ഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ആ ബാലൻസ്ഡ് ആവുകയാണെന്ന് എങ്ങനെയാണ് നമ്മൾ we have to look. Crack down on polluting factories. Protesters block roads and dispute traffic. അതൊരു ന്യൂസ് പേപ്പറിൽ വന്ന ഹെഡിങ്. ഓക്കെ, violent protests by owners and workers brought the city to standstill today. People getting to work could not do so on time because of the huge traffic jams. The owners and workers are protesting the government's decision to close down polluting factories. Although the government did take this decision rather hastily, the protesters have known for quite some time that their units are not legal. Moreover, the levels of pollution in the city will be greatly reduced by this closure. Mr. Jain, a well-known figure in the city, said, "With our city gradually becoming India's new business hub, it's important that it be a clean and green city. Polluting factories should be moved. The factory owners and workers should accept the relocation being offered by the government instead of protest." ആ ഒരൊറ്റ പാരഗ്രാഫ് ന്യൂസ് പേപ്പർ കട്ടിങ്, അത് ആകെ എന്താ പ്രശ്നം? ഒന്നായിട്ട് ഈ പലരും മുന്നിൽ വരാണ്. നമ്മളെ സിറ്റി ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയൊക്കെ ആവുന്നുള്ളത് നേരാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഡേർട്ടിയർ സിറ്റിയും കൂടെ ആയാൽ പറ്റില്ല. അപ്പോൾ ഫാക്ടറി ഓണേഴ്സിന് ഒരു ലോൺലി ആയിട്ടുള്ള പ്ലേസ് ഗവൺമെൻറ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടേക്ക് മാറും. കണ്ടോ, പത്രത്തിൻ്റെ ഒരു ന്യൂസ് വായിച്ചിട്ട് ആണ് ആളുകൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്തത്. ഇപ്പം എത്രയാണ് നമുക്ക് അത്രയധികം ആളുകൾ റോഡിൽ കൂടിയുണ്ട്, അന്ന് ട്രാഫിക് വരെ ബ്ലോക്കായി എന്നുണ്ട്. ഇപ്പം ന്യൂസിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കും. Closure of factories causes unrest. The closure of 1 lakh factories in cities' residential areas is likely to become a serious issue. On Monday, thousands of factory owners and workers took to the streets to strongly protest this closure. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് ഫാക്ടറീസ് കുറയുന്നതിന് അർബൻ ഏരിയാസിലുള്ള, അതായത് ആളുകൾ തിങ്ങി പാർക്കുന്ന ഈ ടൗൺ ഏരിയകളിൽ കൂട്ടിച്ചു. അപ്പോൾ എന്തായി, ഫാക്ടറി ഓണേഴ്സ് അതുപോലെ അവരുടെ പേഴ്സൺസ് ഒക്കെ കൂടി റോഡിൽ took to the streets. അവരുടെ സ്ട്രീറ്റ് നല്ല സമരം ചെയ്തില്ല. They said that the fault lies with the municipal corporation because it continued to issue license for new factories to be set up in residential areas. അപ്പോൾ ശരിക്കും അവർ പറയുന്നത് എന്താണ്, റെസിഡൻഷ്യൽ ഏരിയാസിൽ അതിനുള്ള അനുമതി കൊടുത്തിട്ടല്ലേ അവർ ഉണ്ടാക്കിയ ഫാക്ടറീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഫ്ലറിഷ് ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? They also say that they will not educate relocation efforts. The owners and workers plan one-day city band to protest against the closure. The government says that it has done a lot on relocators, but the areas they have sent up have no facility. കണ്ടോ, ഒരേ ഒരു സിംഗിൾ പ്രോബ്ലം. അത് ന്യൂസിൻ്റെ മുകളിൽ ആളുകൾ നന്നായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു, ഫാക്ടറീസ് അടപ്പിച്ചു. പിന്നെ അടുത്ത ദിവസം മറ്റവരുടെ പ്രശ്നമായി. ഇതൊക്കെ ന്യൂസിൻ്റെ മുകളിൽ വരുന്ന
effective. Okay. The fact is that if you had read either newspaper, you would only know one side of the story. If you had read the news of India, you would mostly likely to think of protesters as ഒരു ന്യൂസാണ്. ഒരു ന്യൂസ് അനുകൂലമായിട്ട് തോന്നും. സാധാരണ ജനങ്ങൾക്ക് പ്രൊട്ടസ്റ്റിന് വൃത്തിയാകുന്നു. മറ്റേ ഭാഗം ആരുടെ ഭാഗത്ത് നിന്നും മുതലാളിമാരുടെ അപ്പുറം. അപ്പം നമ്മൾ ഈ ഒരു ന്യൂസ് വായിക്കുന്നവർ ഒരു ഭാഗം പഠിച്ചു. നമ്മൾക്ക് ശരിക്കും കാര്യങ്ങൾ അറിയണമെങ്കിൽ രണ്ട് ഭാഗവും വായിക്കണം. ടു സൈഡ്സ് ഓഫ് ദ കോയിൻ എന്ന് പറഞ്ഞ പോലെ അല്ലേ. അപ്പം ഈ ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പറയും നമ്മളെ ജീവിതത്തിൽ ചിലപ്പോൾ മിക്കവാറും 10 o'clock ഓൺലൈൻ ക്ലാസ്. 10 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അതെടുത്ത് വെക്കലപ്പോഴേക്ക് ഹസ്ബൻഡിന് അത് വേണ്ടി വരും, കുട്ടികൾക്ക് ഇത് വേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിച്ചോ കഴിച്ചില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഓടേണ്ടി വരും. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്നതിന് സമയത്ത് ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ എത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ടീച്ചേഴ്സാണ്. കുട്ടികളോ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അതിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചറിൻ്റെ വോയിസ് കേൾക്കില്ല എന്ന് കുട്ടികൾ. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഭാഗമാണോ കാണുന്നത്. നമ്മൾ ആ കാര്യത്തിൻ്റെ മുഴുവൻ സ്ഥിതി അറിയുന്നത് രണ്ട് ഭാഗത്തു നിന്ന് ചിന്തിക്കും. ചുരുക്കി പറഞ്ഞാൽ അതാണ് അല്ലേ. ഓക്കെ but on the other hand, if you read the story on India daily, you would know that the protesters are because a lot of livelihoods will be lost in the factories. അപ്പോൾ രണ്ട് പ്രശ്നമുണ്ട്. ഫാക്ടറീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ എന്താ ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിന് നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. അവിടെ ചുറ്റുവട്ടത്ത് ഭയങ്കരമായിട്ട് ന്യൂസ് പേപ്പർ ഭയങ്കര സൗണ്ടാണ്. രാത്രി കാലങ്ങളിലാണ് ന്യൂസ് അടിച്ചടിക്കുക. അപ്പം ഭയങ്കര സൗണ്ടാണ്, അടുത്തുള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം ഈ ന്യൂസ് പേപ്പർ അങ്ങനെ അങ്ങോട്ട് ബാൻ ചെയ്താൽ പറ്റുമോ? അപ്പോൾ രണ്ട് ഭാഗത്തും ഒരുപാട് ഫാമിലീസ് വർക്ക് ചെയ്യുന്നു. അതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അവരുടെ ഒരു കർമ്മം ചെയ്യുന്നു. എന്നിട്ട് ഇത് ഫാക്ടറിയിലുള്ള വർക്കേഴ്സിൻ്റെ ജീവിതവും ഇതുമൊക്കെ മുട്ടിക്കുകയാണ്. അങ്ങനെ പല രണ്ട് ഭാഗത്തു നിന്നുള്ള ചിന്ത വേണം അല്ലേ. എ ബാലൻസ് റിപ്പോർട്ട് ഈസ് വൺ ദാറ്റ് ഡിസ്കസസ് ഓൺ. അപ്പോൾ പത്രങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഇതാണ്, ഒരു ബാലൻസ് രണ്ട് ഭാഗത്തു നിന്നും ചിന്തിച്ചിട്ട് ഒരു ബാലൻസ് റിപ്പോർട്ട് അവർ ഫയൽ ചെയ്യും. ആൻഡ് ദെൻ ലീവ്സ് ഇറ്റ് ടു ദ റീഡേഴ്സ് ടു മേക്ക്. എന്നിട്ട് അത് റീഡർ തീരുമാനിക്കും. നമ്മൾ വായിക്കുന്നവർ തീരുമാനിക്കുന്ന ഏതാണ് ശരി, എവിടെ പോയി ഏത് കാര്യത്തിനും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ് തൊട്ട് എന്ത് കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്. ആ രണ്ട് വശങ്ങളും അറിഞ്ഞാലുള്ളൂ നമ്മുടേതായിട്ട് നേരിലുള്ളൊരു പ്രോബ്ലവും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമുണ്ടാവില്ല. ആ ബുദ്ധിമുട്ട് മൈൽഡായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം വഷളാവും. Okay, writing a balanced report, however, depends on the media being independent. അപ്പോൾ അവിടെയാണ് പ്രശ്നം. മീഡിയ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് മീഡിയ മീൻസ് ദാറ്റ് നോ വൺ ഷുഡ് കൺട്രോൾ ആൻഡ് ഇൻഫ്ലുവൻസ്. ഇന്ന് നമ്മൾ നോക്കിയാൽ മീഡിയയിലുള്ള പല കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് കാണാം അവരെ എന്തെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, included and what should not be included in the news story. And independent media is important in democracy. As you read above, it is on the basis of the information. However, the reality is that media is far from independent. This is mainly because of two reasons. First is the control that the government has on the media. When the government prevents either a news item or scenes from a movie or the lyrics of a song from being shared with large public, this is referred to as censorship. അപ്പോൾ ഇത് എങ്ങനെയാണ് ഗവൺമെൻറ് നടത്തുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് നടത്തുന്നത് സെൻസർഷിപ്പ് എന്നുള്ള പ്രോസസ്സിലാണ് അല്ലേ. ഗവൺമെൻറ്റിന് ഒരു കൺട്രോൾ ഉണ്ടാവും മീഡിയയുടെ മുകളിൽ അല്ലേ. പ്രിവെൻസ് ഐദർ ന്യൂസ് ഐറ്റംസ്, സീൻസ് ഫ്രം എ മൂവി, ലിറിക്സ് ഓഫ് എ സോങ്. ഇതൊക്കെ സഭ്യതയിൽ അതിർവമ്പ് കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് അപ്പം സെൻസർഷിപ്പ്. നിങ്ങൾ ഇപ്പോൾ ഫിലിമിലൊക്കെ കണ്ടില്ലേ, ഇത് തന്നെ ഇപ്പോൾ സെൻസർ ചെയ്യുന്നത് അല്ലേ. ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ഈ എന്നുള്ളൊരൊച്ച വരുന്നത് സെൻസർഷിപ്പ് ഇതാണ്. അപ്പം ഇങ്ങനെ ഗവൺമെൻറ് എല്ലാത്തിൻ്റെ മുകളിലും ഒരു കൺട്രോളിങ് സിസ്റ്റം. there have been periods in India. അതുപോലെ നായകനോ നായികയോ കുടിക്കുന്ന സീനൊക്കെ, ഞാൻ വെള്ളം കുടിക്കുകയല്ല, മദ്യമൊക്കെ സേവിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ അടിയിലായിരിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒക്കെ
Okay, the worst of this is the emergency. അപ്പോൾ ഇങ്ങനെ വന്നപ്പം there have been periods in Indian history when government censored the media. The worst of this was emergency. എപ്പോഴായിരുന്നു കൺട്രോൾ ചെയ്തത് മീഡിയനെ? എമർജൻസി പീരീഡിൽ 1975 to 1977 നന്നായിട്ട് മീഡിയനെ കൺട്രോൾ ചെയ്തു. Now I told you about censorship. അല്ലേ, സെൻസർഷിപ്പ് കൊണ്ടുവന്നത് ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതിൻ്റെ മുമ്പ് നിങ്ങൾക്കൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു. ഇതിൻ്റെ മുമ്പേ ഒരു ഹിന്ദി ഫിലിം സോങ് ഉണ്ട്, ചോളിക്ക് പിച്ചേക്ക എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം സോങ് ഉണ്ടായിരുന്നു മുമ്പേ. ഒരു ഹിന്ദി ഫിലിം, അതൊരു വലിയ ന്യൂസായിരുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, അങ്ങനെ ഇതിലെത്തി, കോർട്ടിലെത്തി, ഇങ്ങനെ അസഭ്യമായ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അത് ഓപ്പൺ കോർട്ടിലെ ഫിലിമും അതിൻ്റെ ആ പാട്ടടക്കം കാണിച്ചിരുന്നത്. എന്നിട്ട് ഫിലിമിന് അനുകൂലമായിട്ടാണ് അല്ല തേർഡ് ലൈൻ ചോളിക്ക് ദിൽഹിമേ, എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയമാണ് മൂന്നാമത്തെ ലൈനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കോർട്ട് അനുകൂലമായിട്ട് വിധിച്ചു. അതിൽ അസഭ്യമല്ല, കാരണം മൂന്നാമത്തത് ഹൃദയത്തിനെയാണല്ലോ പറയുന്നത്, അല്ലാണ്ട് ഡ്രസ്സിനടിയിലുള്ള മറ്റ് അശ്ലീലങ്ങളല്ല. അപ്പം അങ്ങനെ അനുകൂലമായി വിധിച്ചു. ഞാൻ പറഞ്ഞത് ഇതിനൊരു ചെറിയ എക്സാമ്പിളാണ്. എന്തിന്? സെൻസർഷിപ്പ് എങ്ങനെ ഗവൺമെൻറ് ഇതിനെതിരെ കൊണ്ടുവരുന്നു, ചീത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എങ്ങനെ ഗവൺമെൻറ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നൗ മൂവിങ് ഓൺ. While the government does continue to censor films, it does not really. അപ്പോൾ സെൻസർഷിപ്പും അപകടമായ ഒരു അവസ്ഥയായിരുന്നു. അപ്പം എന്നറിയോ, അടിയന്തരാവസ്ഥ കാലത്ത്. അതാണ് അപ്പോൾ പത്രങ്ങൾ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് മാത്രം എഴുതേണ്ടി വന്നു, അല്ലാത്തതൊക്കെ സെൻസർ ചെയ്തു. അത് 1975 തൊട്ട് 1977. അപ്പോൾ അതൊന്നുമില്ല കേട്ടോ. While the government does continue to censor films, it does not really censor the media's coverage of news. Despite the absence of censorship by the government, most newspapers nowadays still fail to provide a balanced story. The reason for this are complicated. Persons who research the media have said that this happens because business houses control the media. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും നമുക്കറിയണം, മീഡിയനെ പലരും കൺട്രോൾ ചെയ്യുകയാണ്. അപ്പം മീഡിയയ്ക്ക് പണം കിട്ടുന്നതും അവർക്ക് അനുകൂലമായിട്ട് മീഡിയയ്ക്ക് എഴുതേണ്ടി വരുന്നു. ഗവൺമെൻറ് എത്രയൊക്കെ സെൻസർഷിപ്പ് ഉണ്ടായാലും ഇങ്ങനെ നടക്കുന്നു. At times it is the interest of this business to focus on the side of the story. Media's continued need for money and its links with advertising means that it becomes difficult for media to be reporting against people who give them advertising. അതാണ് അഡ്വർടൈസ്മെന്റ് ഹ്യൂജ് എമൗണ്ട്. അഡ്വർടൈസ്മെന്റ് ആണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മണി കൊടുത്ത ആളുകളെ നമുക്കാണ് തള്ളിക്കളയാൻ പറയാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നമ്മൾ ന്യൂസ് ഇടേണ്ടി വരും. ഓക്കെ, so media is thus no longer considered independent because of its close link to business. ഇതൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് ചിന്തിച്ചാൽ നമുക്ക് അറിയാവുന്നുള്ളൂ. ഇത് ഇത്ര ആനക്കാര്യമല്ല. അവർ കാശ് തരുന്നോ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമുക്ക് അത്ര കണ്ട് ഇൻഫ്ലുവൻസ്ഡാണ്. പുതിയ മെഷീനറീസ് എവറിത്തിങ് വാങ്ങാൻ അങ്ങനെ ബൂം ഓഫ് മണി നമ്മുടെ കയ്യിൽ വേണം. സത്യം മാത്രം നമ്മൾ പറ്റുന്നത്. അതല്ലാത്തോടത്തോളം കാലം ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടാവുക തന്നെ ചെയ്യും. Okay. Besides the above, the media also tends to focus on a particular aspect of a story because they believe this makes the story interesting. അത് ശരിക്കും ശരിയാണ്. ഇപ്പോൾ ഒരു കൊലപാതക പരമ്പരയൊക്കെ അന്ന് ജോളി കേസൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പം ഫുൾ TV ചാനൽസിലും ഇതിൻ്റെ ന്യൂസായിരുന്നു. അവിടെ പോയ സ്ഥലമാണ്, അന്ന സ്ഥലമാണ്, വെൽക്കം ടാക്സ് എന്ന സ്ഥലം, അങ്ങനെ ഫുൾ അതിനെ അങ്ങ് കൊഴുപ്പിച്ച് വിടുമ്പോൾ എന്താ ചെയ്യുന്നത്, ആരാണോ കൂടുതൽ കൊഴുപ്പിച്ച് ഭയങ്കരമായിട്ട് ഡൈവർജൻറ്റിക്കായിട്ട് നമുക്ക് തോന്നുന്നു, നമ്മൾ ആ ചാനൽ കാണാൻ തുടങ്ങും. പിന്നെ 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 നമ്മൾ അതിനെ തെറ്റായിട്ട് അല്ലേ, അതും കൂടിയാണ് അല്ലേ. സോ setting agendas. The media also plays an important role in deciding what stories to focus on and therefore decides on what newsworthy. For example, the annual function at your school is unlikely to make the news, but if a famous actor is invited, correct അല്ലേ, നമുക്ക് സർട്ടൈൻ അജണ്ട ആണ്. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ആനുവൽ ഡേ നമുക്കത് ജീവൻ മരണ പ്രശ്നമാണ് അല്ലേ. അന്നത്തെ അത്രയും ഇപ്പോൾ ഇവിടെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ ആകെ പൊരിഞ്ഞ വറച്ചട്ടിയിലിട്ട് പൊരുത്ത പൊരിഞ്ഞ മട്ടായിരിക്കും.
ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് എല്ലാവരെയും ആഞ്ഞു പിടിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടാകും 2-3 ദിവസം. മിക്ക ടീച്ചേഴ്സും അതിനോട് അനുബന്ധിച്ചൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട ഗതികളാണ്. എല്ലാ സ്കൂൾസിലും അങ്ങനെ ആയിരിക്കും. ഏതായാലും സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എനിക്കതറിയാം. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഇത് ഇത്രയൊക്കെ വലിയ ഹാനിക്കാരാണെങ്കിൽ ഒരു പത്രത്തിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ആ സ്ഥാനത്ത് ഒരു കുഞ്ചാക്ക ബോബനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒട്ടനെ വരില്ലേ ഇവരൊക്കെ, ചാനൽസൊക്കെ. അതാണ്. ഓക്കെ, chief guest and then the media may be interested in coming it. By focusing on particular issues, the media influences our thoughts, feelings and actions and brings those issues to our. അപ്പോൾ ഓരോ മീഡിയയ്ക്കും ഇപ്പം മതത്തിൻ്റെ ആണെങ്കിൽ ആ ഭാഗം, അങ്ങനെയല്ല വേറെ വിമൻ ഇഷ്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയുണ്ട്. Okay, due to the significant influence it plays in our lives and in shaping our thoughts, it is commonly said that the media sets the agenda. അപ്പോൾ മീഡിയയാണ് എന്തിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. Media drew our attention to alarming levels of pesticides in cola drinks. They published reports that indicated the high level of pesticides, thus made us aware of the need to regularly monitor these colas. കുഴപ്പം നല്ലത് ചെയ്യുന്നില്ലേ ഇവരൊന്നും? അവസാനം നമ്മൾക്ക് അങ്ങനെ ഒരു ചെയ്യുന്നില്ല. ഇല്ല, ഈ ഇടയ്ക്ക് കണ്ടോ കോള തന്നെ ന്യൂസ്, കോള വന്നിരുന്നു. ഒരു കുട്ടി അവസാനം അതിലൊരു സ്പെഷ്യൽ ന്യൂസ് ആയിട്ട് വന്നത്, ഒരു കുട്ടി, ഒരു ന്യൂജൻ സയൻറ്റിസ്റ്റ്, ഒരു ചെറിയ കുട്ടി, അവൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് കോള ഏറ്റവും നല്ലത് ഡ്രിങ്ക് ആയിട്ടില്ല, പാത്രം കഴുകണം, ലിക്വിഡിന് പകരം ഉപയോഗിക്കാം. കാരണം അത്രയധികം ഇത് ക്ലീൻ ആക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഉള്ളിൽ വേറെ സാധനം പെസ്റ്റിസൈഡ്സാണ്. പെസ്റ്റിസൈഡ്സ് എന്താണ്? കളകളെയൊക്കെ നശിപ്പിക്കുന്നതല്ലേ. അപ്പം അതാണ് കീടനാശിനി, അതാണ് പെസ്റ്റിസൈഡ്. അതാണ് നമ്മൾ ഈ അടിച്ച് വീശുന്നത്. അത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം. ഈ പറയുന്ന ഞാൻ പോലും അതിന് എനിക്ക് കിട്ടിയാൽ അതൊക്കെ കുടിക്കാനുള്ള മട്ടാണ്. അപ്പം നമ്മളുടെ എന്തോന്ന് അതിനെ അട്രാക്ട് ചെയ്യും. കാരണം അത് കുടിച്ച് കഴിഞ്ഞ് പെട്ടെന്നൊരു എനർജൈസർ പോലെയാണ്. അപ്പം മീഡിയയാണ് ശരിക്കും ഇപ്പം അത്രയധികം കോള വിറ്റ് കഴിയുന്നില്ല. കാരണം മീഡിയ അതിന് സ്ട്രോങ് ആക്ഷൻ എടുത്തിരുന്നു അല്ലേ. കോളയിൽ ഇത്രയധികം പെസ്റ്റിസൈഡ്സ് ഉണ്ട്. പിന്നെ അതേപോലെ മാഗി റിപ്പോർട്ട്സ്, മാഗീൻ്റെ ഒക്കെ കുറേ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം മാഗി അത്രയധികം വിറ്റഴിയുന്നില്ല. പണ്ട് ഏറ്റവും സ്റ്റേപ്പിൾ ഫുഡ് എന്നുള്ള മറ്റൊക്കെ മാഗി കഴിച്ചിരുന്നവരാണ്. അത്ര കണ്ടുകൊണ്ട് മാഗീൻ്റെ പിന്നാലെ പോകുന്നില്ല. കാരണം കുറേ ന്യൂസ് അതിനെതിരെയും വന്നിരുന്നു അല്ലേ. അപ്പം in covering this story, the media positively helped us focus on issues that affect our lives. അപ്പോൾ മീഡിയ നല്ലത്, ഇങ്ങനെയുള്ള നല്ല എഫക്ട്സും ഉണ്ട്. There are several instances where media fails to focus on issues that are significant in our lives. For example, drinking water. Every year, thousands of people suffer and die. However, we seldom find media discussing this issue. A well-known Indian journalist wrote of how fashion week, in which clothes designers show their new creations to rich people, formed the front page headlines of all newspapers, while several slums were being demolished in Mumbai the very same week, and this was not even noticed. അത് കറക്റ്റാണ്. അത് ഈ ഇമ്പോർട്ടൻ്റ് ന്യൂസ് സ്ലം ഏരിയ എന്താണെന്ന് അറിയാം, ഈ ചേരികളാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്. അപ്പോൾ ഈ ചേരികൾ നമുക്കൊന്നും കാണാനും പോകാനും ഇഷ്ടമില്ല. പക്ഷെ അവിടെ ജീവിക്കുന്നത് മനുഷ്യരാണ്, അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അവർ മുംബൈയിൽ അതൊന്നായിട്ട് ഡിമോളിഷ് ചെയ്യണം. വലിയ ബുൾഡോസേഴ്സ് കൊണ്ടുവന്ന് ഒന്നായിട്ട് ഇടിച്ചങ്ങ് നിരത്തുകയാണ്. അപ്പം ഇടിച്ച് നിരത്തിയ തൗസൻഡ്സ് ഓഫ് പീപ്പിളിൻ്റെ ലൈഫ് ഇല്ലാതാവും. ആ സമയത്ത് ന്യൂസ് പേപ്പറിൽ പലതിൻ്റെയും ഫ്രണ്ട് ഹെഡിങ് എന്തായിരുന്നു? ഫാഷൻ അല്ലേ. അപ്പം അത് അന്ന് ന്യൂസ് മീഡിയ കണ്ടടിച്ച ഒരു വലിയ തെറ്റായിരുന്നു. കാരണം ഒരു തെറ്റ് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്ന പല ആക്ഷനും എടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യം ന്യൂസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്തില്ല. അതുപോലെ വെള്ളത്തിനുള്ള ഇപ്പോഴും ഇഷ്ടം പോലെ ആളുകൾ രാവിലെ തൊട്ട് റോഡുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കൊണ്ടുകൊണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതൊക്കെ മീഡിയ ശരിക്കും പ്രൊജക്റ്റ് ചെയ്യാനാണ്. As citizens of democracy, the media has a very important role to play in our lives because it is through the media that we hear about issues related to the working of the government. The media decides what to focus on, and in this way it sets the agenda. The government can at times prevent the media from publishing a story, and this is called censorship. Nowadays, media's close relationship with business often means that a balanced report is difficult to come by. Given this, it's important for us to be aware that factual information that a newspaper provides is often not complete. അതാണ്
അപ്പോൾ ഫൈനലായിട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ പറയുന്നത് എല്ലാ ചാനൽസോ ന്യൂസ് റിപ്പോർട്ടോ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് അത്ര കണ്ടതിന് ഇതൊരു പത്രം ശരിക്കും എന്താ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് പല പല പത്രത്തിൻ്റെയും ആഡ് അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബിസിനസ് ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ ആസ് പൊതുജൻ, ആസ് ഓർഡിനറി പീപ്പിൾ നമ്മൾ മനസ്സിലാക്കണം ഇവർക്ക് അത്ര കണ്ടാൽ പെർഫെക്റ്റ് ആയിട്ട് സത്യം പറയാൻ പറ്റില്ല. അപ്പം വി ഹാവ് ടു തിങ്ക് ഓൺ ബോത്ത് ഫേസസ്, വി ഹാവ് ടു ഹിയർ ടു ബോത്ത് വേർഡ്സ് സൈഡ്സ്, എന്നിട്ട് വി ഹാവ് ടു ഡെവലപ്പ് our own opinion about the things going on in the world. Okay, that's all for now, and I hope this lesson is pretty interesting. Thank you, children.